നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായി പോകേണ്ടത് അത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിൻ്റെ 4 സൈനികരാണ് ഇപ്പോൾ മരിച്ചു വീണിരിക്കുന്നത്. 5ഓളം സൈനികർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരു കെട്ടിടത്തിനുള്ളിൽ, അതായത് ഗസയിലുള്ള ഒരു കെട്ടിടത്തിനുള്ളിൽ പരിശോധനയ്ക്കായി കടന്നു കയറി ചെല്ലുമ്പോൾ ആ കെട്ടിടം പൊട്ടിത്തെറിച്ചാണ് ഈ 4 പേരും മരണമടഞ്ഞത്. അതായത് ഇതൊരു ട്രാപ്പായിരുന്നു. അതായത് എക്സ്പ്ലോസീവ് ഓൾറെഡി തന്നെ ഈ ഒരു ഇസ്രായേലി സൈനികർ കയറാൻ, അതായത് പരിശോധിക്കാൻ പോകുന്ന ആ ഒരു കെട്ടിടത്തിൽ നേരത്തെ തന്നെ ഹമാസ് ഘടിപ്പിച്ചിരുന്നു. ഈ ഇസ്രായേലി സോൾജേഴ്സ് ഇങ്ങ് കയറി കൊടുക്കാൻ നേരത്ത് പുറത്ത് നിന്ന് തന്നെ കെട്ടിടം തകർക്കുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ തന്നെ സ്പോക്സ് പേഴ്സൺ പറയുന്നത്, ഞങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല, അതായത് കെട്ടിടങ്ങളിൽ കയറി പരിശോധിക്കാതെ ഞങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല. കാരണം ഇത്തരം ബിൽഡിങ്ങുകളുടെ അകത്തായിരിക്കും വളരെ വലിയ രീതിയിലുള്ള ശൃംഖല, അതായത് ടണലുകളുടെ ശൃംഖല ഹമാസിനുണ്ട്. അതിനാൽ തന്നെ ഇതിൻ്റെ എൻട്രൻസ് ഒരുപക്ഷെ ഇത്തരം ബിൽഡിങ്ങുകളുടെ അകത്തായിരിക്കും. അതുകൊണ്ട് തന്നെ കയറി പരിശോധന നടത്തിയേ പറ്റൂ. തുടർന്ന് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊള്ളുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഗസയിൽ ഇസ്രയേൽ കരുതുന്നതിലും 10 മടങ്ങ് ശക്തിയാണ് ഹമാസിനുള്ളത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വാർത്ത. ഇസ്രയേൽ സേന തന്നെ ഇപ്പോൾ ഹമാസിനെ എങ്ങനെ നേരിടുമെന്നുള്ളൊരു ആശങ്കയിലാണ് നിൽക്കുന്നത്. ഇത്തരം തിരിച്ചടികൾ നേരിടുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് എന്നെത്തും എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിടെ മറ്റൊരു വാർത്ത വരുന്നത്, ഗസയിലുണ്ടായ ഒരു ആക്രമണത്തിൽ തൻ്റെ 2 പേരക്കുട്ടികളെ നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ജാക്ലിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവരിത് സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് ഫ്രാൻസിലാണ്. കാരണം അവർ ഫ്രഞ്ച് പൗരത്വമുള്ള ഒരു വ്യക്തിയാണ്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ ഫ്രാൻസിൽ പരാതി വന്നിരിക്കുന്നത്. മനുഷ്യരാശിക്കെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർ പരാതി കൊടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാൻസിന്റെ തന്നെ ന്യൂസ് ചാനലാണ്, അതായത് ഫ്രഞ്ച് 24 എന്ന് പറയുന്ന ന്യൂസ് ചാനലാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നതിനാൽ തന്നെ അവർ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറുന്ന സമയം, അതായത് തമ്മിൽ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഫലൂജയ്ക്കും അതുപോലെ തന്നെ ബെയ്റ്റ് ലഹിയ, ഇതിനിടയിലായിട്ടാണ് ഇവർ താമസിച്ചിരുന്നത്. അതിന്റെ മേതെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ അറ്റാക്ക് ഉണ്ടായി ഈ 2 പേരക്കുട്ടികളും മരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ തിരികെ ഈ ഫ്രാൻസിൽ ഈ കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ഇതിന്റെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. സെബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നത്, ഫ്രാൻസിന്റെ യുദ്ധോപകരണങ്ങൾ ഒന്നും തന്നെ ഇസ്രയേലിന്റെ പക്കലില്ല. ഗസ ആക്രമണത്തിന് ഒരിക്കലും ഫ്രാൻസിന്റെ യാതൊരുവിധ യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ചിട്ടില്ല. ഇൻഫാക്ട് ഫ്രാൻസ് ഒരിക്കലും ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കാറില്ല. അതായത് ആയുധ കച്ചവടത്തിൽ ഫ്രാൻസിന്റെ എതിരാളിയാണ് ഇസ്രയേൽ. അതിനാൽ തന്നെ ഫ്രാൻസ് ഒരിക്കലും ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കാറില്ല.